ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ദോശ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ണൂർ സ്പെഷ്യൽ നീർ ദോശയാണ് നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് പച്ചരി ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റൊക്കെ സോക്ക് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് ചോറ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ തേങ്ങയും ഒരു 1/4 ഭാഗം സവോള അല്ലെങ്കിൽ 2-3 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. തേങ്ങയും ചെറിയ ഉള്ളിയൊക്കെ ഓപ്ഷണലാണ്, കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടും. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പും 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് അരച്ച് കിട്ടിയിട്ടുള്ളത്. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ഈ ഒരു ബാറ്റർ ഉണ്ടാവേണ്ടത്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. സാധാരണ നമ്മൾ തലേന്ന് അരച്ച് വെച്ചിരിക്കുന്ന ദോശ പോലെയല്ല, അതിനേക്കാൾ നല്ല ലൂസായിട്ടാണ് നമ്മുടെ ഈ ബാറ്റർ ഉണ്ടാവുക. അപ്പത്തിൻ്റെയൊക്കെ ബാറ്റർ ആ ഒരു രീതിയിലൊക്കെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് അപ്പം തന്നെ നമുക്ക് അരച്ച് വെച്ചിട്ട് അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ചൂടായ തവയിലേക്ക് ഒരു തവി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒഴിക്കുമ്പോൾ തന്നെ അത് സ്പ്രെഡാവും. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ആ ബാറ്ററി ഇരിക്കാൻ. അപ്പോൾ 2 സൈഡിലും എണ്ണയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ ദോശയ്ക്ക്. അപ്പോൾ നമ്മുടെ ചുട്ടെടുക്കുന്നുണ്ട്. 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് എടുക്കാൻ നോക്കണം എപ്പോഴും. അതേപോലെ തന്നെ 2 സൈഡും ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. ഓയിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാനിവിടെ ഇതൊന്ന് സെർവ് ചെയ്യുന്നുണ്ട്. നല്ല ഗ്രീൻ പീസ് കറിയും ചമ്മന്തിയും ഒക്കെ ഉണ്ട് എനിക്ക് കഴിക്കാൻ. അപ്പോൾ നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.